പ്രശാന്തി നിലയത്തിലേക്കുള്ള ഗോപുരപ്രവേശന കവാടം ഒരു സേവാദലിന്റെ അനുഭവത്തെ ഓർമ്മപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ പേര് പൃഥ്വിരാജ്, സ്നേഹപൂർവ്വം രാജു ഭയ്യ എന്ന് വിളിക്കപ്പെടുന്നു. കൂടാതെ അദ്ദേഹം ഒറീസ ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനുമാണ്. ഒരിക്കൽ തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി ഒരു ഭക്തന്റെ വീട്ടിലെത്തിയ അദ്ദേഹം 1978 വിജയദശമി ദിനത്തിൽ ഗോപുരം ഗേറ്റിൽ മറ്റ് 3 സേവാദൾക്കൊപ്പം തന്നെ സുരക്ഷാ ജോലികൾക്കായി നിയോഗിച്ച കാര്യം അദ്ദേഹം പരാമർശിച്ചു. പൂർണ്ണാഹുതിക്ക് ശേഷം സ്വാമി പങ്കെടുത്ത ഭക്തർക്ക് ദർശനം നൽകാൻ പുറപ്പെട്ടു. ഈ 4 സേവാദൾമാർക്കുമുള്ള നിർദ്ദേശം ഈ ഗോപുരം ഗേറ്റ് വഴി ആരെയും അനുവദിക്കരുതെന്നായിരുന്നു. എന്നാൽ സ്വാമി ദർശനത്തിനായി പുറത്തു വന്നയുടനെ ഗോപുരം ഗേറ്റിനുള്ളിൽ കടുവാ തോൽ മാത്രമുടുത്ത ഒരു വ്യക്തിയുണ്ടായിരുന്നു. കയ്യിൽ മഴുവുണ്ടായിരുന്നു. ഉയരം ഏകദേശം 8 അടിയും ആയിരുന്നു. ഈ 4 സേവാദൾമാരും കയ്യിൽ ഒരു മഴുവുമായി നിൽക്കുന്ന ഈ വ്യക്തിയെ കണ്ടു ഭയപ്പെട്ടു. അയാളെ അകത്തേക്ക് പോകാൻ അനുവദിക്കരുതെന്ന് അവർ ആംഗ്യത്തിലൂടെ കാണിച്ചു. അയാൾ സ്വാമിയുടെ അടുത്തേക്ക് നീങ്ങുന്നുവെങ്കിൽ 4 കോണുകളിൽ നിന്നും അയാളുടെ മേൽ ചാടി വീഴാൻ കാത്തിരുന്നു. എന്നാൽ അവരുടെ അമ്പരപ്പിന് അയാൾ സ്വാമിയോട് എന്തോ സംസാരിക്കുന്നുണ്ടായിരുന്നു. സ്വാമി ആ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. സംസാരിക്കുമ്പോഴെല്ലാം അയാളുടെ വായിൽ നിന്ന് തീപ്പൊരി കാണാമായിരുന്നുവെങ്കിലും എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് അയാൾ വലതു കൈയിൽ നിന്ന് എന്തോ സ്വാമിയുടെ നേരെ എറിഞ്ഞു. സ്വാമി അത് ഇടതുകൈയിൽ പിടിച്ച് താഴേക്ക് എറിയുകയും അത് 14 തവണ സംഭവിക്കുകയും ചെയ്തു. പക്ഷേ സ്വാമി വലിച്ചെറിയുന്നതും പിടിക്കുന്നതും എന്നാണെന്ന് ആർക്കും കാണാൻ കഴിഞ്ഞില്ല. ഈ സംഭവത്തിന് ശേഷം ഈ സേവാദലിന്റെ നേരെ തിരിഞ്ഞിട്ട് ആ യോഗി പറഞ്ഞു, ദ്വാപർ മേം ധ്യാൻ മേ ഗയാ ഔർ അഭി ജാഗ്രത് ഹുവാ, പാഠശാലക്കെ നാരായൺ അവതാർ ലിയാ ഹേ ഔർ യേ ഭഗവാൻ ഹേ. അത് പറഞ്ഞിട്ട് ആ യോഗി തിരിഞ്ഞു കുറച്ച് നടന്ന ശേഷം വായുവിൽ അലിഞ്ഞ് അപ്രത്യക്ഷനായി. വൈകുന്നേരം സ്വാമി ഈ സേവാദൽ രാജു ഭയ്യെ വിളിച്ച് രാവിലെ ഗോപുരം ഗേറ്റിനടുത്ത് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. അദ്ദേഹം താൻ സാക്ഷ്യം വഹിച്ചതെന്താണെന്ന് സ്വാമിയോട് വിശദീകരിച്ചു. വന്ന വ്യക്തി മറ്റാരുമല്ല പരശുരാമനായിരുന്നുവെന്നും താൻ നാരായണ പ്രഭുവാണോയെന്ന് മനസ്സിലാക്കാൻ വന്നതാണെന്നും അദ്ദേഹം തന്റെ നേരെ എറിഞ്ഞത് 14 തവണ ബ്രഹ്മാസ്ത്രമായിരുന്നുവെന്നും സ്വാമി അവ ഇല്ലാതാക്കിയില്ലായിരുന്നുവെങ്കിൽ 14 ലോകങ്ങളും ആ നിമിഷം തന്നെ ഇല്ലാതാകുമായിരുന്നുവെന്നും സ്വാമി അറിയിച്ചു. ഈ സേവാദലിന്റെ പ്രഭാഷണത്തിന് ശേഷം ഞങ്ങളെല്ലാവരും പ്രസാദം കഴിക്കാനായി താഴെ ഹാളിലേക്ക് ഇറങ്ങി. സ്വാമിയുടെ ഫോട്ടോയിൽ നിറയെ വിഭൂതി കാണാമായിരുന്നു. അവിടുന്ന് തന്റെ സാന്നിധ്യം കാണിക്കുകയായിരുന്നു. മാത്രമല്ല ഈ സേവാദൽ വെളിപ്പെടുത്തിയത് സത്യമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. തേജീന്ദർ പാൽ ജെയ്റ്റ്ലി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്.